അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് ക്ലാസ് 17. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. قالت الربيع بنت معبد بن عفراء رضي الله عنها جاء النبي صلى الله عليه وسلم فدخل حين بني علي فجلس على فراشي كمجلسك مني فجعلت جويريات لنا يضربن بالدف ويندبن من قتل من آبائي يوم بدر إذ قالت إحداهن وفينا نبي يعلم ما في غد فقال دعي هذه وقولي بالذي كنت تقولين. ഇമാം ബുഖാരി തന്റെ സഹീഹിന്റെ 5147 നമ്പർ ഹദീസായി ഉദ്ധരിക്കുകയാണ്. റുബയ്യ ബിൻത് മുഅവ്വിദ് ബിൻ അഫ്റാർ എന്നവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഅൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ വന്നു. ഫദഖല ഞങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചു. ഹീന ബുനിയ അലയ്യ എന്റെ വിവാഹ ദിവസം. ഫജലസ അലാ ഫിറാശി എന്റെ വിരിപ്പിൽ നബി തങ്ങൾ ഇരുന്നു. കമജ്ലിസിക മിന്നി തൊട്ടടുത്തുള്ള ആളോട് പറയുകയാണ്, നീ ഇരിക്കുന്ന പോലെ അടുത്തായിട്ട് റസൂലുള്ള ഇരുന്നു. ഫജഅലത് ജുവൈരിയാത്തുൻ ലനാ അപ്പോൾ ഞങ്ങളുടെ ചില പെൺകുട്ടികൾ തുടങ്ങി യദ്രിബിന ബിദ്ദുഫി ദഫ് മുട്ടാൻ തുടങ്ങി. വയന്തുബിന മൻ ഖുതില മിൻ ആബാഇ യൗമ ബദരിൻ ബദർ യുദ്ധത്തിന്റെ അന്ന് എന്റെ പിതാക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ മാഹാത്മ്യം അപദാനം വാഴ്ത്തിക്കൊണ്ട് പാട്ടുപാടുകയും ദഫ് മുട്ടുകയും ചെയ്യാൻ തുടങ്ങി. നബി സല്ലല്ലാഹു തങ്ങൾ വന്നപ്പോൾ ഇദ്ഖാലത്തി ഇഹ്ദാഹുന്ന ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു, വഫീന നബിയുൻ യഅലമു മാ ഫി ഗദി നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഫഖാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ദഈ ഹാദിഹി അത് ഉപേക്ഷിക്കുക, വഖൂലി ബില്ലദീ കുന്തി തഖൂലീൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ പറയുക എന്ന് റസൂലുള്ള പറഞ്ഞു. അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ അനുസ്മരണത്തിന്റെ ആണ്ടിന്റെ ദിവസമാണ് ഇന്ന്. ബദരീങ്ങളെ അനുസ്മരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി വിശ്വാസികൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൊണ്ട് നടക്കുന്നുണ്ട്, കേരളീയരായിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ വിശേഷിച്ചു. എന്നാൽ ബദരീങ്ങൾ അങ്ങനെ അനുസ്മരിക്കാൻ മാത്രമൊന്നും പവർ അവർക്ക് വകവെച്ചു കൊടുക്കാൻ മനസ്സ് പാകപ്പെടാത്ത ചില സുഹൃത്തുക്കൾ ഈ മഹത്വം പറയലിനെയും മാലപാടലിനെയും മൗലിദ് പാരായണത്തെയും ഒക്കെ വിമർശിക്കാൻ പ്രവാചക ചര്യയിൽ തെളിവ് പോരാ എന്ന് വെറുതെ വാചകമടിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ ഹദീസിൽ ഇപ്പൊ നമ്മൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുബയ്യ റളിയല്ലാഹു അൻഹയുടെ വിവാഹ ദിവസം അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നബി തങ്ങൾ കണ്ട കാഴ്ചയാണ് പെൺകുട്ടികൾ ദഫ് മുട്ടി പാട്ടുപാടുന്നു. പാട്ടുപാടുമ്പോൾ അതിനെപ്പറ്റി പ്രയോഗിച്ച പ്രയോഗം വയന്തുബുന എന്നാണ്. അവർ നുതുബ ചെയ്യുന്നു. നുതുബ എന്ന് പറഞ്ഞാൽ എന്താ? വയന്തുബുന. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, വയന്തുബുന എന്നത് മിനൻ നുതുബത്തി നുതുബ എന്ന ആ ആശയത്തിൽ നിന്ന് എടുത്തതാണ് ആ പദം. ബി ലമ്മിൻ നൂനി നൂനിന് ലമ്മുകൊണ്ടുള്ള നുതുബ എന്ന പദത്തിൽ നിന്നാണ് അത് പിടിച്ചത്. വഹിയായി നുതുബ എന്ന് പറഞ്ഞാൽ എന്താ? ദിക്റു ഔസാഫിൽ മയ്യിത്തി മയ്യത്തിന്റെ വിശേഷണങ്ങൾ പറയലാണ്. ബിസ്സനായി അലൈഹി മയ്യത്തിനെ പ്രശംസിച്ചുകൊണ്ടും തഅദീദി മഹാസിനിഹി മയ്യത്തിന്റെ നന്മകൾ എണ്ണി പറഞ്ഞുകൊണ്ടും ബിൽ കറമി ഔദാര്യം വശജാഅ ധീരത വനഅവിഹ അതുപോലുള്ള മരിച്ചുപോയ ആളുടെ പ്ലസ് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് മയ്യത്തിന്റെ അപദാനങ്ങൾ വാഴ്ത്തലാണ് നുതുബ എന്ന് പറഞ്ഞാൽ. അപ്പോ പെൺകുട്ടികൾ ദഫ് മുട്ടിക്കൊണ്ട് മരിച്ചുപോയ പിതാക്കളായ ബദരീങ്ങളുടെ മഹത്വം അവദാനങ്ങൾ വാഴ്ത്തി മാല പാടുന്നുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. ഇവിടെ ഈ തെളിവുമായി ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ മൗലിദിനൊക്കെ വിരോധികളായിട്ടുള്ള ചില സുഹൃത്തുക്കള് ഇതിനുശേഷം പറഞ്ഞ ദഈ ഹാദിഹി അത് ഒഴിവാക്കൂ, വഖൂലി ബില്ലദീ കുന്തി തഖൂലി നീ നേരത്തെ പറഞ്ഞ തന്നെ പറയൂ എന്ന ആ പദത്തെ വല്ലാതെ കൂട്ടിമാട്ടാറുണ്ട്. അതായത് അതിൽ ശിർക്ക് മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ അങ്ങനൊന്നും അതിലില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു തന്നെ അത് എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്നത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ അവിടെ ആക്ഷേപാർഹമായിട്ടുള്ള അമിത പുകഴ്ത്തൽ, അതായത് ദൈവമാക്കുന്ന വിധത്തിലുള്ള പുകഴ്ത്തൽ അതിൽ വരുന്നൊരു സാഹചര്യം
ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഹൈസു ഉത്തലിക്ക ഇൽമുൽ ഗൈബി ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വന്തമായി അദൃശ്യം അറിയും എന്ന നിലക്ക് പറഞ്ഞതാണെന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതേസമയത്ത് റസൂലുള്ളാഹി ഗൈബ് അറിയൂലേ, നാളെ വരുന്ന കാര്യം എന്നറിയില്ലേ, റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ബദറിന്റെ ചരിത്രത്തിൽ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെയും കൂട്ടി പോയിട്ട് ഹാദാ മസ്റഉ ഫുലാൻ, ഇവിടെയാണ് നാളെ ഇന്നാൾ മരിച്ചു വീഴുക, ഇവിടെയാണ് ഇന്നാൾ മരിച്ചു വീഴാന്ന് ഖുറൈശി ലീഡേഴ്സിന്റെ ഓരോരുത്തരും മരിച്ചു വീഴുന്ന സ്ഥലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിറ്റേ ദിവസം യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ആ സ്ഥലം പരിശോധിക്കുമ്പോൾ മരണവെപ്രാളത്തിനിടയിൽ പോലും അവരുടെ കൂട്ടത്തിൽ ഒരാളും ആ റസൂലുള്ളാഹി പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയിട്ടില്ല. അപ്പൊ നാളെ നടക്കുന്ന റസൂലുള്ളാഹിക്ക് അറിയില്ലേ? അറിയും. അന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അത് സ്വന്തമായി അറിയും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാതിരിക്കാനാണ്. കാരണം സായിറുമാക്കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിറുഹു മിനൽ ഗുയൂബി, ഗൈബുകളിൽ നിന്ന് റസൂലുള്ളാഹി പറഞ്ഞതെല്ലാം ബി ഇലാമില്ലാഹി തആല ഇയ്യാഹു, അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടാണ്. ലാ അന്നഹു യസ്തഖില്ലു ബിഇൽമി ദാലിക, റസൂലുള്ളാഹിക്ക് സ്വന്തമായിട്ട് അതിന് സംബന്ധമായിട്ടുള്ള അറിവില്ല എന്ന് കാണിക്കലാണ് ഇവിടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി അദൃശ്യം അറിയും, അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ട് അറിയും. അതിന്റെ അപ്പുറത്തൊരു സുന്നി ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അതിലെന്തൊക്കെയോ മൗലവിമാരുടെ വക കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ചിലര് ഈ വിഷയത്തെ കോട്ടിമാറ്റാൻ ശ്രമിക്കാറുള്ളത്. അതിലൊന്നും പെട്ടുപോകേണ്ടതില്ല. ബദരീങ്ങൾ മഹാന്മാരാണ്, അവരെ പ്രത്യേകം അനുസ്മരിക്കേണ്ടതും അവരുടെ അവദാനങ്ങൾ വാഴ്ത്തേണ്ടതുമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ച സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ബദരീങ്ങളെ നമുക്ക് പുകഴ്ത്താം, അവരുടെ മഹത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.